പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ JCNDSDയുടെ വിവിധ പ്ലാറ്റ്ഫോമുകളിൽ നിത്യജീവ മൊഴികൾ എന്നുള്ള പ്രസംഗ പരമ്പരയിൽ നിന്നും ഉപദേശ വിഷയങ്ങളെ ശ്രവിക്കുന്ന ബഹുമാന്യ ശ്രോതാക്കൾക്ക് ഏവർക്കും വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ ഈ രാത്രിയിൽ ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. യേശുക്രിസ്തുവിൻ്റെ പുതിയ നിയമ രക്ഷയുടെ ഉപദേശം എന്ന ഈ വാട്സാപ്പ് ഗ്രൂപ്പിലും JCNDSDയുടെ യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലുമായി അപ്പോസ്തലന്മാരുടെ ഉപദേശം 1-ാം നൂറ്റാണ്ടിൽ അവർ പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും ചെയ്തത് അങ്ങനെ തന്നെ പഠിക്കുകയും ആചരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗമാണ് JCNDSD എന്നുള്ളത് ഇതിനോടകം ഞങ്ങളുടെ പ്രേക്ഷകർക്ക് ഗ്രഹിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടാകും എന്ന് വിചാരിക്കുകയാണ്. പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഉപദേശങ്ങളാൽ ക്രിസ്തീയ ആത്മീയ ലോകം ശരിയേത് തെറ്റേത് എന്ന് തിരിച്ചറിയാൻ കഴിയാതെ വിധം വിവിധ ഉപദേശങ്ങളുടെ കാറ്റിനാൽ അഴഞ്ഞ് ഉഴലുന്ന തരത്തിൽ ആയിരിക്കുന്നു. ഇതിനെ സംബന്ധിച്ച് ഇങ്ങനെയെല്ലാം ആയിത്തീരുക ഒരു കാലഘട്ടം വരുന്നു എന്നതിനെ സംബന്ധിച്ച് അപ്പോസ്തലന്മാരായ പത്രോസും യോഹന്നാനും പൗലോസും യാക്കോബും ഒക്കെ ധാരാളമായ മുന്നറിയിപ്പുകൾ തങ്ങളുടെ ലേഖനങ്ങളിൽ നൽകിയിട്ടുള്ളത് നമുക്ക് വായിക്കുവാൻ കഴിയും. അപ്പോസ്തലനായ പൗലോസ് തന്നെ അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിൽ പറയുന്നത്, ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും എന്നാണ്. അവർ ശിഷ്യന്മാരെ വിപരീത ഉപദേശങ്ങൾ കൊണ്ട് വലിച്ചു കളയും എന്ന് അവിടെ താൻ കണ്ണുനീരോടെ ഈ മുന്നറിയിപ്പ് ദൈവസഭയ്ക്ക് കൊടുത്തതായി നാം വായിക്കുന്നുണ്ട്. ഇന്ന് ക്രിസ്തീയ ആത്മീയ ലോകത്തിൽ ചെറുതും വലുതുമായ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് സഭകൾ വേൾഡ് വൈഡ് ഉണ്ട്. എന്നാൽ ഏതൊരു സഭയും അതിൻ്റെ ഉപദേശത്തെയും നമുക്ക് തിരിച്ചറിയാനുള്ള മാപ്പിനി, അതിൻ്റെ അളവുകോൽ എന്നുള്ളത് അപ്പോസ്തലന്മാരുടെ ഉപദേശമാണ്. സഭ ദൈവവചന വ്യവസ്ഥ പ്രകാരമാണോ എന്നുള്ളത് തിരിച്ചറിയാനുള്ള ടച്ച് സ്റ്റോൺ, അതായത് ഉരകല്ല് എന്നുള്ളത്. ദൈവവചനത്തിൻ്റെ അടിസ്ഥാന ഉപദേശങ്ങളെ സംബന്ധിച്ച് വ്യക്തമായ കാഴ്ചപ്പാടില്ലാത്ത ഏതൊരാൾക്കും വഞ്ചനയിൽ അകപ്പെടാൻ കഴിയുന്ന വിധത്തിലുള്ള അനവധി ഉപദേശ പിശകുകൾ ദൈവത്തിൻ്റെ അസ്തിത്വത്തെ തുടങ്ങി ഉപദേശപരമായ വിഷയങ്ങളിലും ദൈവവചനം മനുഷ്യരിൽ നിന്നും ആവശ്യപ്പെടുന്ന അനുസരണത്തിനും ഒക്കെയും വിവിധ മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ട് രക്ഷ മാത്രം മതി, സ്നാനം വേണ്ട, വിശ്വസിക്കുന്ന ഏവർക്കും രക്ഷ സൗജന്യമായി ലഭിക്കും, അതുകൊണ്ട് പാപം ഒരിക്കൽ മോചിച്ച് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് എത്ര പാപം ചെയ്താലും ദൈവം ക്ഷമിച്ചുകൊള്ളും, ഇങ്ങനെ കോടിക്കണക്കിന് ഉപദേശങ്ങൾ സഭകൾ എന്ന് അവകാശപ്പെടുന്ന കൂട്ടായ്മകളിൽ എല്ലാം കാണാനുണ്ട്. എന്നാൽ ഇന്ന് ഞാൻ പ്രസംഗിക്കുവാൻ ഉദ്ദേശിക്കുന്ന വിഷയം, ഉപദേശങ്ങളുടെ കാറ്റിനാൽ നിങ്ങൾ ആടി ഉലയുന്നുണ്ടോ എന്നുള്ളതാണ്. ഈ കാര്യത്തെ സംബന്ധിച്ച് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഫേസുസ് സഭയ്ക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 4-ാമത്തെ അധ്യായം അതിൻ്റെ 24 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ ഇവിടെ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. പ്രൈസ് ദി ലോർഡ്. എഫേസ്യ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 25 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. പ്രൈസ് ദി ലോർഡ്. ആകയാൽ ഭോഷ്ക് ഉപേക്ഷിച്ച് ഓരോരുത്തൻ താന്താൻ്റെ കൂട്ടുകാരനോട് സത്യം സംസാരിപ്പിൻ. നാം തമ്മിൽ അവയവങ്ങളല്ലോ, കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പിൻ. എഫേസ്യ ലേഖനം 4:14 മുതലുള്ള വാക്യങ്ങളാണ്. അതിൽ നാം ഇങ്ങനെ വായിക്കുന്നു. 4:14, അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിൻ്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞ് ഉഴലുന്ന ശിശുക്കൾ ആയിരിക്കാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട്
ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടയാകും. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ പൗലോസ് അപ്പോസ്തലൻ ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്. അതുകൊണ്ട് ഇവിടെ പറയുകയാണ്, 13 മുതലുള്ള വാക്യത്തിൽ വായിക്കുമ്പോൾ, അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവത്തിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിൻ്റെ സമ്പൂർണതയായ പ്രായത്തിൻ്റെ അളവ് പ്രാപിക്കുമ്പോഴും വിശുദ്ധന്മാരുടെ യഥാസ്ഥാപനത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ആത്മീയ വർധനയ്ക്കുമാകുന്നു. ഇവിടെ ഈ പറയുന്ന വിഷയത്തിൻ്റെ കോണ്ടെക്സ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ വിഷയത്തിന് ആധാരമായ സബ്ജക്റ്റ് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവം സഭയിൽ അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, സുവിശേഷകന്മാർ, ഇടയന്മാർ, ഉപദേഷ്ടാക്കന്മാർ എന്നിങ്ങനെ 5 വിധ വേലക്കാരെ നിയമിച്ചിരിക്കുന്നു. ആ വേലക്കാരുടെ ഉപദേശത്തിൻ്റെ അല്ലെങ്കിൽ ആ വേലയുടെ അടിസ്ഥാനം നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ യഥാസ്ഥാനപ്പെടേണ്ടതിന് വേണ്ടി ദൈവം സഭയ്ക്ക് നൽകിയിട്ടുള്ള ദൈവത്താൽ നിയോഗിക്കപ്പെട്ട 5 വിധ വേലയെക്കുറിച്ചാണ്. ഇതിന് ശേഷം തുടർന്ന് ദൈവവചനത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന കാര്യമാണ് 14 മുതൽ. അതുകൊണ്ട് നമ്മളുടെ ക്രിസ്തുവിലുള്ള ശരീരത്തിൻ്റെ ആത്മീയ വർധനയ്ക്കും യഥാസ്ഥാപനത്തിനും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ആത്മീയ വർധനയ്ക്കും ആണ് ഈ 5 വിധ വേല എന്ന് പറഞ്ഞതിന് ശേഷം പറയുന്ന വാക്യമാണ്, അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ച് കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകരുത്. പ്രൈസ് ദി ലോർഡ്. അപ്പം മനുഷ്യൻ്റെ ചതിയും ഉപായവും നാം ഇന്ന് ചുറ്റുമുള്ള എല്ലാ സഭകളിലും കാണുന്നുണ്ട്. ചില സഭകൾ പറയുകയാണ്, നിങ്ങൾക്ക് ഒരു വളയുണ്ടോ, ഒരു ചെറിയ പൊട്ടുകമ്മലാണെങ്കിലും കൊണ്ടുവന്ന് ഇടുക, പഴയ മൊബൈൽ ഫോണാണെങ്കിലും കൊണ്ടുവരിക എന്ന് പറഞ്ഞ് ഒരു വ്യക്തിയെ നമ്മൾ ഈ അടുത്ത ഇടങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് കാണാം. ഇനി രക്ഷയുടെ അടയാളമാണ് പിശാചിൻ്റെ നിയന്ത്രണത്തിന് കീഴിൽ പെരുമാറുന്നത് പോലെ തുടർച്ചയായി ചിരിക്കുക, അലറുക എന്നുള്ളത് ഒരു എറണാകുളം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഈ അടുത്ത കാലത്ത് ബ്രദറിൽ നിന്നും പാസ്റ്ററിലേക്കും പാസ്റ്ററിൽ നിന്ന് ബിഷപ്പിലേക്കും രൂപമാറ്റം സംഭവിച്ച ഹൈന്ദവ പശ്ചാത്തലത്തിൽ വന്ന ഒരു മേനോൻ, അദ്ദേഹത്തിൻ്റെ കോപ്രായങ്ങളും അദ്ദേഹത്തിൻ്റെ കൂട്ടായ്മയിൽ, അദ്ദേഹത്തിൻ്റെ ആൾക്കൂട്ടത്തിൽ, ഞാൻ കൂട്ടായ്മയെന്നോ സഭ എന്നോ ഉച്ചരിക്കുന്നില്ല, ആൾക്കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ അനുയായികൾ എന്ന് പറയുന്ന ആളുകൾ, പെൺകുട്ടികളടക്കമുള്ളവർ കാണിക്കുന്ന കോപ്രായങ്ങളും നമ്മൾ കാണുന്നുണ്ട്. ഈ ബാംഗ്ലൂർ കേന്ദ്രീകരിച്ച് ഇലക്ട്രോണിക് സിറ്റിയിലും ഒക്കെയും നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അടൂർ കേന്ദ്രീകരിച്ച് നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. കൊല്ലം പത്തനാപുരം കേന്ദ്രീകരിച്ച് നടക്കുന്ന ശുശ്രൂഷകൾ നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ എല്ലാം ആളുകൾ ധാരാളമായി ഓടിക്കൂടുകയാണ്. ആ ഉപദേശങ്ങളൊക്കെ ശരിയാണ് എന്ന് മാത്രം പരിശോധിക്കുന്നു. എന്തുകൊണ്ടാണ് അവിടെയുള്ള ആളുകൾ എണ്ണത്തിൽ വർദ്ധിച്ചു വരികയും ഇത്തരം ഉപദേശങ്ങളെ ആധികാരികമായി മുഖവിലേക്ക് എടുക്കുകയും ചെയ്യുന്നത് എന്തെന്ന് ചോദിച്ചാൽ ഒറ്റ കാരണമേ പറയാനുള്ളൂ. ഈ ഉപദേഷ്ടാക്കന്മാർക്കോ അവിടെ കൂടി വരുന്നവർക്കോ ദൈവസഭയെക്കുറിച്ചുള്ള ദർശനമോ ദൈവസഭയുടെ അടിസ്ഥാന ഉപദേശങ്ങളോ യാതൊന്നിനെ സംബന്ധിച്ചും യാതൊരു തിരിച്ചറിവുമില്ല എന്നുള്ളതാണ് ഏറ്റവും അടിസ്ഥാനപരമായ ഒരു കാര്യം. ഇത്തരം ദുരുപദേശങ്ങൾ എന്തുകൊണ്ട് പെരുകി വരുന്നു എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ. ഉപദേശങ്ങളെ സംബന്ധിച്ച് യാതൊരുവിധ തിരുവെഴുത്തിൻ്റെ അടിസ്ഥാനമോ ഒന്നും ഇവിടെ കൂടി വരുന്നവർക്ക് അറിഞ്ഞുകൂടാ. അവിടെ ഇത്തരം മായാജാലങ്ങളും ചിരിയും സന്തോഷവും ഉല്ലാസവും അതുപോലെ ഉള്ള കാര്യങ്ങളാൽ അവരുടെ കൂട്ടായ്മ നാൾതോറും വർദ്ധിച്ചു വരികയാണ്. ഉപദേശമില്ലാത്തതുകൊണ്ട് പിശാച് അതിനെ നാൾതോറും എണ്ണത്തിലും വണ്ണത്തിലും വളർത്തിക്കൊണ്ടുവരികയും സാമ്പത്തികമായി അവിടെ ശുശ്രൂഷിക്കുന്നവരുടെ വളർച്ച ദിനം പ്രതി വർദ്ധിച്ചു വരികയും ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ വാൺ ചെയ്യുകയാണ്. എന്താണ്? നാം ഇനി മനുഷ്യരുടെ ചതിയാലും, ഇവിടെ ഉപദേഷ്ടാക്കന്മാരുടെ പറഞ്ഞിരിക്കുന്ന 5 വിധ ഉപദേഷ്ടാക്കന്മാർ ദൈവം സഭയിൽ നിയോഗിച്ചിട്ടുള്ള ഉപദേഷ്ടാക്കന്മാരാണ്. എന്നാൽ ആൾക്കൂട്ടങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സഭയാണ് തങ്ങളുടേതെന്ന് അവകാശപ്പെടുന്ന ആൾക്കൂട്ടങ്ങളിൽ ശുശ്രൂഷിക്കുന്നവരെ ഇവിടെ അപ്പോസ്തലനെന്നോ പ്രവാചകനെന്നോ സുവിശേഷകനെന്നോ അല്ലെങ്കിൽ ഇടയനെന്നോ ഉപദേഷ്ടാവെന്നോ പറയുന്നില്ല. മനുഷ്യനാണ്, മനുഷ്യരെ വഞ്ചിക്കുന്ന മനുഷ്യൻ. ഹല്ലേലൂയ. അതുകൊണ്ട് അവരുടെ ഉപദേശത്തിൽ തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകാൻ ഇടയാകേണ്ട വിധം ഉപദേശത്തിൻ്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴയരുത്. അപ്പം
എന്താണ്, വിൻസ് ഓഫ് എവ്രി ഡോക്ട്രിൻ, ഓരോ കാറ്റുകൾ, ഓരോരോ ഉപദേശങ്ങൾ. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡോക്ട്രിനുകൾ? ഒറ്റ ഉപദേശമേ ഉള്ളൂ. അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുമാലും സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന ക്രിസ്തു മൂലക്കല്ലായ ദൈവസഭയ്ക്ക് ഒരൊറ്റ ഉപദേശമേ ഉള്ളൂ. ആ സഭ യേശു ക്രിസ്തു ഏക സത്യ ദൈവമാകുന്നു എന്നുള്ള ഉപദേശം പഠിപ്പിക്കാത്തതും, ആ ഉപദേശത്തിലേക്ക് ചേരുവാൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പാപമോചനം സ്നാനം ഏറ്റെടുത്തുകൊണ്ട് അപ്പോസ്തലന്മാർ അറിയിച്ച ഉപദേശത്തെ പൂർണ്ണമായി മുറുകെ പിടിക്കുന്ന, ഇതിൽ നിന്നും വിരുദ്ധമായ ഉപദേശങ്ങളും അനുഷ്ഠാനങ്ങളും ചെയ്യുകയും ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നതെല്ലാം വിവിധങ്ങളായ ഉപദേശത്തിൻ്റെ കാറ്റുകളാണ്. ഈ കാറ്റുകളിൽ എന്തുകൊണ്ട് മനുഷ്യൻ ഉഴലുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് സത്യ ഉപദേശത്തിൻ്റെ മേലല്ല. പഠിപ്പിക്കപ്പെടുന്നത് തിരുവെഴുത്തുകളിൽ ഇണവാക്യങ്ങളാൽ സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്ന ഉപദേശങ്ങളെ, ആ മാർമിക ഉപദേശങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അടിസ്ഥാന ഉപദേശത്തിൽ നിന്നുമല്ല പഠിക്കുന്നത്. അടിസ്ഥാന ഉപദേശത്തിൽ പഠിക്കുന്നവരെ ആരെയും പലവിധ ഉപദേശങ്ങളുടെ കാറ്റിനാൽ വീഴിക്കാൻ കഴിയത്തില്ല. കാരണം അവർ ആഴപ്പെട്ടിരിക്കുന്ന യഥാർത്ഥമായ ഉപദേശത്തിലാണ്. നമുക്കറിയാം, വലിയ കുന്നിൻ പ്രദേശങ്ങളിൽ സാധാരണ ഭൂമി ലെവലിൽ നിന്നും ഉയർന്ന ആൾട്ടിറ്റ്യൂഡിൽ ഉള്ള മരങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, അവ എപ്പോഴും കാറ്റടിക്കുകയും കൂടുതൽ സൂര്യതാപം ഏൽക്കുകയും കൂടുതൽ ജലമില്ലാതെ ഇരിക്കുന്ന ഒരു പരിസ്ഥിതിയിലാണ് വളരുന്നത്. എന്നാൽ എന്തുകൊണ്ട് ആ മരങ്ങൾ നമ്മൾ മുറിച്ചെടുക്കുമ്പോൾ താഴ്വരകളിലും ജലാശയത്തിനടുത്തുള്ള മരങ്ങൾക്ക് ഉള്ളതിനേക്കാൾ കാതൽ ആ മരത്തിനുണ്ട്? അതിൻ്റെ വുഡ് നാം അറുത്തെടുത്ത് ഉണങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആണി അടിച്ച് കയറ്റാൻ പ്രയാസമാണ്. അതിൻ്റെ കാരണം എന്തെന്നറിയാമോ? അത് വളരുന്ന പരിസ്ഥിതി കാറ്റും അതുപോലെ വെള്ളമില്ലായ്മയും ഉയർന്ന സൂര്യതാപവും താരതമ്യേന മണ്ണിൻ്റെ ലഭ്യതക്കുറവുമുള്ള ആ സ്ഥലങ്ങളിൽ വളരുന്ന മരം അതിൻ്റെ വേര് പാറയിടുക്കുകളിലൂടെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലും. അല്ലെങ്കിൽ അതിൻ്റെ വളർച്ച മുകളിലേക്ക് എത്രമാത്രം ശക്തമാണോ അതിനേക്കാളോ അത്രത്തോളമോ തന്നെ ശക്തമായ റൂട്ട്, വേരുണ്ട്. അത് ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ്. വെള്ളം തേടി പാറയിടുക്കുകളിലൂടെ ആഴത്തിലേക്ക് കടന്നു എന്ന് പടർന്നിരിക്കുന്ന വേരുകളുടെ ശക്തി കൊണ്ടാണ് ഉപരിതലത്തിലുള്ള കാറ്റിനെയും ഉപരിതലത്തിലുള്ള പ്രതികൂലങ്ങളെയും അതിജീവിച്ച് അത് വളരുന്നത്. അങ്ങനെ അത് വളരുമ്പോൾ അതിനെതിരെ വരുന്ന എല്ലാവിധമായ കാറ്റുകളും പ്രതികൂലങ്ങളും ചെറുത്തു നിൽക്കുവാൻ കഴിയുന്ന തരത്തിൽ അത് ആഴപ്പെട്ട് നിൽക്കുന്നത് കൊണ്ടാണ് അതിനെ ശക്തിയുള്ളതാക്കി തീർക്കുന്നത് എന്ന് നമുക്കറിയാം. അതുപോലെയാണ് ദൈവവചനത്തിൽ ആഴപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയെ ഉപദേശങ്ങളുടെ ചതിയുടെയും വഞ്ചിക്കുന്നതുമായ ഉപദേശങ്ങൾ, ഏതെങ്കിലും ഒരു ഉപദേശം കൊണ്ട് ഒരു ഡോക്ട്രിൻ സ്ഥാപിക്കാൻ, ഏതെങ്കിലും ഒരു വാക്യം കൊണ്ട് ഒരു ഉപദേശം സ്ഥാപിക്കാൻ ദൈവവചനത്തിൽ കഴിയില്ല. എന്നാൽ ഇങ്ങനെ ചില വാക്യങ്ങളെ മാത്രം എടുത്തുകൊണ്ട് ഉപദേശങ്ങൾ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന ധാരാളം സഭകൾ അല്ലെങ്കിൽ ധാരാളം ആൾക്കൂട്ടങ്ങൾ നമുക്ക് കാണാം. ഗ്ലോറിയസ് ഗോസ്പൽ, ഐശ്വര്യത്തിൻ്റെ സഭ മാത്രമായിട്ടുള്ള സഭകളുണ്ട്. സ്നാനം വേണ്ടാത്ത സഭകളുണ്ട്. കൃപ മാത്രമുള്ള സഭയുണ്ട്. പൗലോസിൻ്റെ സുവിശേഷം ഒഴിച്ച് പത്രോസിൻ്റെയോ യാക്കോബിൻ്റെയോ ലേഖനങ്ങൾ നമുക്ക് വേണ്ടിയുള്ളതല്ല എന്ന് പറയുന്ന സുവിശേഷകന്മാരുണ്ട്. ഗ്രേറ്റ് മിനിസ്ട്രീസ് പോലുള്ള ആളുകൾ, കത്തോലിക്ക സഭ പോലുള്ള ആളുകൾ വചനത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ കർമ്മങ്ങളാൽ ഉള്ള പാപക്ഷമയും അതുപോലെ വിശുദ്ധന്മാരുള്ള പ്രാർത്ഥനയും വിഗ്രഹാരാധനയും അതുപോലെ പൗരോഹിത്യത്തിൽ ഊന്നി നിൽക്കുന്ന സഭകളുണ്ട്. അതുപോലെ തന്നെ പൗരോഹിത്യ അധിഷ്ഠിതമായ പെന്തക്കോസ്റ്റൽ സഭകളുണ്ട്. TPM പോലെയുള്ള സഭകളുണ്ട്. അതുപോലെ തന്നെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള യഥാർത്ഥ സ്നാനത്തെ നിഷേധിക്കുകയും ദൈവത്തിൻ്റെ ഏകത്വത്തെ നിഷേധിക്കുകയും ചെയ്യുന്ന ബഹുഭൂരിപക്ഷം പെന്തക്കോസ്റ്റൽ, പ്രൊട്ടസ്റ്റന്റ് തുടങ്ങിയുള്ള എപ്പിസ്കോപ്പൽ സഭകളുണ്ട്. എന്നാൽ നാം ബൈബിളിൽ കാണുന്ന യഥാർത്ഥമായ സഭ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിസ്ഥാനത്തിന്മേൽ ക്രിസ്തു മൂലക്കല്ലായി പണിയപ്പെട്ടിരിക്കുന്ന ആ സഭ, യെരുസലേമിൽ 1-ാം നൂറ്റാണ്ടിൽ ആരംഭിച്ച ആ സഭ
ആ സഭയ്ക്ക് ഒരു ദൈവമേ ഉള്ളൂ. ആ സഭയ്ക്ക് രക്ഷയ്ക്കായി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി നൽകപ്പെട്ട ഒരു സ്നാനമേ ഉള്ളൂ. ബൈബിളിൽ നടത്തപ്പെട്ടതും ബൈബിളിൽ നിർവഹിക്കപ്പെട്ടതും ഏറ്റെടുക്കപ്പെട്ടതുമായ സ്നാനവും അവർക്ക് ഒരു സ്നാനമേ ഉള്ളൂ. അവർക്ക് ഒരു കർത്താവേ ഉള്ളൂ, ഒരു വിശ്വാസമേ ഉള്ളൂ, ഒരു പ്രത്യാശയേ ഉള്ളൂ, അവർക്കൊരു ദൈവമേ ഉള്ളൂ. എല്ലാവർക്കും മീതെയുള്ളവനും എല്ലാവരിലും ഇരിക്കുന്നവനും എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനുമായ ദൈവവും പിതാവുമായ ആ ഒരുവനാണ് എഫേസ്യർ 4:4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ പഠിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ആ സത്യസഭ ഉപദേശിക്കുന്നതിനൊക്കെയും വിരുദ്ധമായി ധാരാളമായ വിരുദ്ധ ഉപദേശങ്ങൾ ഇത്തരം സഭകളിൽ, ഇത്തരം ആൾക്കൂട്ടങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന് മോഡേൺ സഭകളിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ധാരാളമായ ഇമിറ്റേഷൻസ് അല്ലെങ്കിൽ നാടകീയമായ കാര്യങ്ങൾ ഒരു ടീമായി രംഗത്ത് വന്ന് വ്യാജമായ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളും അങ്ങനെയുള്ള ടെസ്റ്റിമണികളും ചെയ്തുകൊണ്ട് ടീം വർക്ക് ചെയ്തുകൊണ്ട് ഒരു ടീമായി പലയിടങ്ങളിൽ പോയി ആ ടീം അവരുടെ പ്രവർത്തനങ്ങൾ ഇത്തരത്തിലുള്ള ടീം വർക്കിനെ ദൈവിക പ്രവൃത്തിയായി വെളിപ്പെടുത്തി കാണിച്ചുകൊണ്ട് അവർ പല സ്ഥലത്തും ബുക്ക് ചെയ്ത് പ്രോഗ്രാമുകൾ നടത്തുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ എല്ലാം സംഭവിക്കുന്നത് കാര്യം എന്താണ്? അവിടെ എല്ലാം ഉപദേശങ്ങളുടെ കാറ്റിനാൽ ഓരോരുത്തരും അലഞ്ഞ് ഉഴലുന്ന ശിശുക്കളാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം എന്തുകൊണ്ടാണ് ശിശുക്കൾ എന്നവിടെ പദം ഉപയോഗിക്കാൻ കാര്യം. ശിശുക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അറിവിൻ്റെ പോരായ്മയുണ്ട്. കാരണം നാം അവരുടെ തലയിൽ എന്ത് ഇട്ട് കൊടുക്കുന്നോ അതാണ് അവരുടെ പ്രമാണം. കുഞ്ഞുനാളിൽ നമ്മുടെ ബുദ്ധി ഉറയ്ക്കുന്നതിന് മുമ്പ് മാതാപിതാക്കൾ പിന്നീട് ചെറിയ ചെറിയ ക്ലാസ്സുകളിൽ LKGയിലും UKGയിലും പിന്നീട് 1ാം ക്ലാസ്സിലും ഒക്കെ നാം പഠിച്ചു വരുന്ന അടിസ്ഥാനങ്ങളാണ് നമ്മളുടെ മതവിശ്വാസവും നമ്മളുടെ സാമൂഹിക പരിജ്ഞാനവും നമ്മൾ സേവിക്കുന്ന ദൈവമാണ് യഥാർത്ഥ ദൈവമെന്നുള്ള അറിവും ഒക്കെ നമ്മൾ പ്രാപിക്കുന്നത് കുഞ്ഞുനാളിലാണ്. എന്നാൽ നാം പ്രായപൂർത്തിയായതിനു ശേഷം നമ്മുടെ ബുദ്ധി വികസിച്ചതിന് ശേഷം നാം നന്മതിന്മകളെ തിരിച്ചറിഞ്ഞ് ആ തിരിച്ചറിഞ്ഞ നന്മയിൽ നടക്കുമ്പോഴാണ് നമുക്ക് വ്യക്തിപരമായ ലോജിക്ക് നമ്മൾ അപ്ലൈ ചെയ്തു തുടങ്ങുന്നത്. അതുപോലെയാണ് നാം ജനിച്ചു വളർത്തപ്പെട്ട സമുദായങ്ങളിൽ നിന്നും മതങ്ങളിൽ നിന്നും മത ഉപദേശങ്ങളിൽ നിന്നും വ്യത്യസ്തമായി നാം തന്നെ എല്ലാത്തിനെയും പരിശോധിച്ചിട്ട് നല്ലത് തിരുവെഴുത്തിൽ വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്ന സത്യത്തെ നാം മുറുകെ പിടിക്കുമ്പോൾ അത് നാം പരിശോധിച്ച് കണ്ടെത്തുന്നതാണ്. അങ്ങനെ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസിൻ്റെ വാണിംഗ് ഇങ്ങനെയാണ്. 14-ാമത്തെ വാക്യം മുതൽ നാം വായിച്ചപ്പോൾ ഇങ്ങനെ നമ്മൾ കണ്ടു: ഇനി നാം മനുഷ്യരുടെ ചതിയാലും ഉഭയത്താലും തെറ്റിച്ച് കളയുന്ന തന്ത്രങ്ങൾ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞു ഉഴലുന്ന ശിശുക്കളായിരിക്കാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തുവെന്ന തലയോളം വളരുവാനിടയാകണം. അപ്പം നാം സ്നേഹത്തിൽ ഇതൊന്നും തർജ്ജനം ചെയ്തോ അല്ലെങ്കിൽ അടിച്ചേൽപ്പിക്കുകയോ അല്ല ചെയ്യേണ്ടത്. ഇത് നാം പരിജ്ഞാനത്വം പ്രാപിക്കേണ്ടത് തിരുവെഴുത്തുകളിൻ പ്രകാരം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നാം പരിജ്ഞാനം പ്രാപിച്ചിട്ട് നാം വളരേണ്ടത് ക്രിസ്തു എന്ന തലയോളമാണ് വളരേണ്ടത്. തിരുവെഴുത്ത് ഇങ്ങനെയാണ് പറയുന്നത്: നാം അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിസ്ഥാനത്തിൽ ക്രിസ്തു മൂലക്കല്ലായി സഭ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. ആ സഭയെ സംബന്ധിച്ച് കൊളോസ്യ ലേഖനത്തിൽ പറയുകയാണ്, ആ തല ക്രിസ്തുവാണ്. അപ്പം അടിസ്ഥാന ഉപദേശം, ക്രിസ്തുവിൻ്റെ അടിസ്ഥാന ഉപദേശത്തിൽ നാം വേരൂന്നി വളരുന്നത് ക്രിസ്തു എന്ന തലയിലേക്കാണ്. ആ തലയിലേക്കുള്ള വളർച്ചയിലാണ് നാം സഭ എന്ന യേശുക്രിസ്തുവിൻ്റെ മണവാട്ടി എന്ന യൂണിറ്റിൽ നാം യഥാസ്ഥാനപ്പെട്ട് ആ തലയാകുന്ന ക്രിസ്തുവിൻ്റെ മധ്യാകാശ പ്രത്യക്ഷതയോളം ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ, വ്യക്തതയുള്ള ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അപ്പസ്തോലിക ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാം വളർന്നു വരുന്നത് എന്നുള്ളത് സ്പഷ്ടമായിട്ട് ഇവിടെ പറയുകയാണ്. ഇംഗ്ലീഷിൽ നമ്മൾ ആ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെയാണ്: ദാറ്റ് വി henceforth be no more children tossed to and fro and carried about every doctrine by the sleight of men and cunning craftiness whereby they lie in wait to deceive, but speaking the truth in love. അതുപോലെ നമുക്ക് തുടർന്ന് വായിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഉപദേശങ്ങളെ സംബന്ധിച്ചുള്ള അടിസ്ഥാനത്തെ സംബന്ധിച്ച് സുവിശേഷങ്ങളിൽ നാം വായിക്കുന്നത് എങ്ങനെ എന്ന് ചോദിച്ചാൽ,
നമ്മൾ വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം നമ്മൾ അതിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. ആഴത്തിൽ വേരൂന്നി അല്ലെങ്കിൽ ആഴത്തിൽ കുഴിച്ച് വീട് പണിത ഒരു മനുഷ്യനെ കുറിച്ച് നമ്മൾ മത്തായിയുടെ സുവിശേഷം 7-ാമത്തെ അധ്യായത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്. മാത്യു ചാപ്റ്റർ 7:24 മുതൽ 27 വരെയും ഉള്ള കാര്യങ്ങൾ. മാത്യു ചാപ്റ്റർ 7:24-27. പ്രൈസ് ദി ലോർഡ്. ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. ഇവിടെ കർത്താവ് പറയാണ്, എൻ്റെ വചനം കേൾക്കുന്നവരെന്ന് മാത്രമല്ല, കേട്ട് ചെയ്യുന്നവൻ, കേട്ട് പ്രവർത്തിക്കുന്നവൻ. Therefore everyone who hears these words of mine and puts them into practice. ഹല്ലേലൂയ. ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. കേൾക്കുക മാത്രമല്ല, കേൾക്കണം. ആ കേട്ട വചനത്തെ എന്ത് ചെയ്യണം? ഇറ്റ് ഹാസ് ടു പുട്ട് ഇൻ ടു പ്രാക്ടീസ്. അത് പ്രവൃത്തിയിലേക്ക് ചെയ്തു കൊണ്ടുവരുന്ന മനുഷ്യൻ is like a wise man who built his house on the rock. The rain came down, the streams rose, and the winds blew and beat against the house, yet it did not fall because it had its foundation on the rock. അത് പാറമേൽ അടിസ്ഥാനമിട്ട ഇതായിരുന്നു. ദൈവസഭ അടിസ്ഥാനമിട്ടിരിക്കുന്ന പാറ ക്രിസ്തുവാണ്. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൽ അവരെ അനുഗമിച്ച ആ പാറ ക്രിസ്തുവായിരുന്നു എന്ന് പറയുന്നത്. സോ ദൈവസഭയാണെങ്കിൽ അതിൻ്റെ അടിസ്ഥാനം ക്രിസ്തുവാണ്. ആ ഉപദേശത്തിന്റെ ആ ക്രിസ്തുവിൽ അടിസ്ഥാനപ്പെട്ടിരിക്കുന്ന ഉപദേശത്തിനകത്തിലാണ് സഭ പണിയുന്നത്. അതുകൊണ്ടാണ് കർത്താവ് മത്തായി 16:16 പറയുന്നത്, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പം ഇവിടെ അതിൻ്റെ തുടർന്ന് വായിക്കുമ്പോൾ, ആകയാൽ വൻമഴ പെയ്ച്ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീട്ടിന്മേൽ അലച്ചു, അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകിയാൽ വീണില്ല. എന്നിട്ട് എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവൻ ഉപദേശങ്ങളൊന്നും തന്നെ നമ്മെ വീഴാതെ കാക്കണമെങ്കിൽ നമ്മൾ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് യഥാർത്ഥ സത്യവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ആയിരിക്കണം എന്നുള്ളത് ദൈവവചനത്തിൽ നിന്നും നാം കാണുന്ന കാര്യങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് നാം ദൈവവചനത്തിലാണോ ആണെങ്കിൽ നമുക്ക് ഉപദേശങ്ങളുടെ പ്രശ്നങ്ങൾ കൊണ്ട് നാം വീഴുകയില്ല. കപട ഉപദേശങ്ങൾ, നമുക്കറിയാം ഈ കാലഘട്ടങ്ങളിൽ ധാരാളം ഉപദേശങ്ങൾ ആത്മീയ മണ്ഡലത്തിലുണ്ട്. ഈ പല ഉപദേശങ്ങളും ഇന്ന് പറയുന്നത്, ഒടുവിൽ വന്നെത്തിയിരിക്കുന്നത് ക്രിസ്ത്യാനികൾ ശബ്ബത്ത് ആചരിക്കണം. ഈ ഉപദേശത്തെ പൗലോസ് ഗലാത്യ ലേഖനത്തിന്റെ കാലഘട്ടങ്ങളിൽ ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികൾ ചെയ്യണം എന്ന് അന്നത്തെ സഭ അനുഷ്ഠിച്ചപ്പോൾ പൗലോസ് അവരെ തർജ്ജന ചെയ്ത് ശാസിക്കുന്നത് ഗലാത്യ ലേഖനം 2:3 നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അന്ന് തുടങ്ങി ഈ ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികളാൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുന്നില്ല എന്ന് പഠിപ്പിക്കപ്പെട്ടു വന്ന സഭയിൽ ന്യായപ്രമാണം കൂടി അനുഷ്ഠിക്കണമെന്ന് ഉപദേശിക്കുന്ന ആളുകൾ കടന്നു വന്നപ്പോൾ അന്ന് അതിനെ പൗലോസ് എപ്രകാരം ഖണ്ഡിച്ചു ഇന്ന് ഈ ന്യായപ്രമാണത്തിന്റെ ശബത്ത് നാം ആചരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ശബത്ത് കൂടാതെ നമ്മുടെ വിശ്വാസം, ക്രിസ്തീയ വിശ്വാസം പൂർണ്ണമല്ലെന്ന് പഠിപ്പിക്കുന്ന ധാരാളം ഉപദേശങ്ങൾ യെരുസലേമിൽ ഉള്ള ഒരു സഹോദരിയും അതുപോലെ കേരളത്തിലുള്ള ശബത്ത് മിഷൻകാരും സെവൻത് ഡേ അഡ്വന്റിസ്റ്റുകളും ഒക്കെ നിരന്തരമായി വീഡിയോ ചെയ്യുന്നുണ്ട്. മുമ്പ് ഏതൊരു കാലത്തേക്കാൾ ഉപരിയായി ഉപദേശങ്ങളുടെ കാറ്റ് ധാരാളമായി നമുക്ക് കേൾക്കാൻ കഴിയും സൗജന്യമായി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ. നാം കേൾക്കാൻ മുൻപുള്ള കാലങ്ങളിൽ നമ്മൾ ഇത് കേൾക്കാൻ വേണ്ടി അവരുടെ കൺവെൻഷനിലോ മീറ്റിങ്ങുകളിലോ കടന്നു പോകണമായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾക്ക് നമ്മുടെ ചെവി ചുമ്മാ ഒന്ന് തുറന്നു കൊടുത്താൽ മതി, കോടിക്കണക്കിന് ഉപദേശങ്ങളുടെ കാറ്റ് നമ്മളെ വട്ടം കറക്കി, ചുഴലിക്കാറ്റ് പോലെ കറക്കി, ഇതെല്ലാം ഒന്നും ശരിയല്ല, അല്ലെങ്കിൽ ഇതാണോ ശരി അതാണോ ശരി, ഇതിൽ കുറെ കാര്യങ്ങളുണ്ടല്ലോ അതും കുറെ ശരിയല്ലേ എന്നുള്ള കൺഫ്യൂഷനിലേക്ക് നയിക്കുന്ന തരത്തിൽ ഈ ഉപദേശങ്ങളുടെ നൂറുകണക്കിന് ഉപദേശങ്ങളുടെ കാറ്റ് ഇന്ന് ആത്മീയ മണ്ഡലത്തിൽ വിശ്വാസത്തിൽ സ്ഥിരപ്പെടാത്തവരെ, വിശ്വാസത്തിൽ ശിശുക്കളെ പോലെ ആയിരിക്കുന്നവരെ വീഴ്ത്തിക്കളയുന്ന ഒരു മണ്ഡലത്തിലാണ് നാം ജീവിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ ഒരിക്കലും നാം മറന്നു പോകരുത്. വിശുദ്ധ പൗലോസ് 2 കൊരിന്ത്യർ 13:5 പൗലോസ് അപ്പോസ്തലൻ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം എങ്ങനെയാണ്? എക്സാമിൻ യുവർ സെൽഫ് ടു സീ യുവർ ഫെയ്ത്ത് ഈസ് ജെനുയിൻ, ടെസ്റ്റ് യുവർ സെൽഫ്
surely you know that Jesus Christ is among you, if not you have failed the test of genuine faith. യേശു ക്രിസ്തു നമ്മുടെ ഇടയിൽ ഉണ്ടോ എന്ന് നമ്മൾ എങ്ങനെ അറിയും? നാം തിരുവെഴുത്തുകൾ പ്രകാരമാണ് ജീവിക്കുന്നതെങ്കിൽ, നമ്മുടെ ഉപദേശം നാം കെട്ടപ്പെട്ടിരിക്കുന്നത് ആളുകൾ ഈ അപ്പോസ്തലന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നു. അതുകൊണ്ടാണ് പൗലോസ് എടുത്ത ഈ വചനത്തെ തന്നെ ഞാനിവിടെ കോട്ട് ചെയ്തത്. കാരണം പൗലോസ് ദൈവസഭയ്ക്ക് യഥാർത്ഥമായ കമ്മ്യൂണിയൻ ശുശ്രൂഷ കൊടുത്തു. യഥാർത്ഥമായ ബാപ്റ്റിസത്തെ ജാതീയ സഭകളിലേക്ക് യെരുസലേമിൽ പത്രോസ് ചെയ്ത അതേ സ്നാനത്തെ താൻ തന്നെ സ്വയം ഏറ്റെടുക്കുകയും പിന്നീട് എഫെസൂസിലെ ശിഷ്യന്മാർക്ക് അതിനെ വീണ്ടും ചെയ്യുവാനായിട്ട് അവരെ പ്രേരിപ്പിക്കുകയും ചെയ്തു. പിന്നീട് താൻ കടന്നു ചെന്ന എല്ലായിടങ്ങളിലും ഈ യഥാർത്ഥ സ്നാനത്തെക്കുറിച്ച് പ്രസംഗിച്ച ഈ അപ്പോസ്തലനായ പൗലോസ് തന്നെയാണ് ഇവിടെ 2 കൊരിന്ത്യർ അതിൻ്റെ 13-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 13:5 ഇപ്രകാരം പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. നമുക്കൊന്ന് വായിക്കാം മലയാളത്തിൽ. ഇവിടെ ഇങ്ങനെ നാം വായിക്കുന്നു: നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പിൻ, നിങ്ങളെ തന്നെ ശോധന ചെയ്യുവിൻ. എങ്ങനെ ശോധന ചെയ്യും? തിരുവെഴുത്തുകളിൽ പ്രകാരം ശോധന ചെയ്യാൻ പറ്റും. നിങ്ങൾ കൊള്ളരുതാത്തവർ അല്ല എന്ന് വരികിൽ യേശുക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് നിങ്ങളെ തന്നെ അറിയുന്നല്ലോ. പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തു നമ്മിലുണ്ടെങ്കിൽ ദൈവവചനം നമ്മൾ വസിക്കുന്നുണ്ട്. കാരണം അവൻ ദൈവത്തിൻ്റെ വചനം മാംസമായതാണ്. ആ വചനമാണ് നാം സ്വീകരിച്ചു പറയുന്ന വിശ്വാസ പ്രമാണം. ആ വചനമാണ് 1-ാം നൂറ്റാണ്ടിൽ ഉളവാക്കപ്പെട്ട സത്യസഭയിൽ അടിസ്ഥാന പ്രമാണമായി പ്രസംഗിക്കപ്പെട്ടതും നിവൃത്തീകരിക്കപ്പെട്ടതുമായ വചനം. ഇന്ന് നാം അതേ കാര്യത്തെ ആവർത്തിക്കുകയും വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്: നാം അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് യെരൂശലേമിൽ അടിസ്ഥാനപ്പെട്ട മൂലസഭയുടെ ഈ കാലത്തെ ശേഷിപ്പിലാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയും. അല്ല എങ്കിൽ നാം ഇതുപോലുള്ള പലവിധ ഉപദേശങ്ങൾ കേട്ട് അതും കുറച്ച് ചെയ്യാം, ഇതും കുറച്ച് ചെയ്യാം, അതിലും കുറച്ച് ശരിയുണ്ട്, ഇതിലും കുറച്ച് ശരിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യൻ ഇന്ന് വഞ്ചിക്കപ്പെടുന്നു. ഇന്ന് നമ്മുടെ ആത്മീയ മണ്ഡലത്തിൽ പലർക്കും ഈ ആയിരക്കണക്കിന് 10,000-കണക്കിന് ഉപദേശങ്ങൾ തിക്കിക്കയറി നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ആഗ്രഹിക്കാതെ കടന്നു വരുന്ന ഒരു കാലഘട്ടത്തിൽ നാം ജീവിക്കുമ്പോൾ നാം അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് ശരിയായ ബൈബിൾ ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു കൂട്ടായ്മയിലല്ലെങ്കിൽ, നാം പഠിപ്പിക്കപ്പെട്ടു വരുന്നത് അല്ലെങ്കിൽ നാം ശ്രവിച്ചു വരുന്നത് ദൈവത്താൽ നിയോഗിക്കപ്പെട്ട 5 വിധ വേലയ്ക്ക് വേണ്ടി, ദൈവത്താൽ ഏതെങ്കിലും ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരു ആത്മീയ സംഘടന നിയോഗിച്ചതല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ് എന്ന് ജീവിത സാക്ഷ്യം കൊണ്ടും ഉപദേശത്തിന്റെ ശുദ്ധി കൊണ്ടും തെളിയിക്കപ്പെടാത്ത ഒരു വ്യക്തിയുടെ അടുക്കൽ നിന്നാണ് നിങ്ങൾ വചനം കേൾക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇടറിപ്പോകാൻ സാധ്യതയുണ്ട്. യഥാർത്ഥ അപ്പസ്തോലന്മാരുടെ ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ സ്ഥാപിതമായ ദൈവസഭയിൽ ദൈവം കൊടുത്തിരിക്കുന്ന 5 വിധ വേലകളെ വചനത്തിന്റെ ഉപദേശത്തിൽ നിലനിൽക്കുക എന്നുള്ളത് വളരെ സുപ്രധാനമായ ഒരു കാര്യമാണ് എന്നുള്ള കാര്യം ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ, ദൈവത്തിന്റെ വചനത്തിൽ നാം അടിസ്ഥാനപ്പെട്ട് വളരേണ്ടതിന് ദൈവത്തിന്റെ വചനത്തിൽ നാം പറയുന്നത് അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അഴഞ്ഞുഴലുന്ന ശിശുക്കളായിരിക്കാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തുവെന്ന തലയോളം സകലത്തിലും വളരുവാനിടയാകും. നമ്മുടെ ജീവിതത്തിന്റെ സകല മണ്ഡലങ്ങളിലും നമ്മെ നടത്തുന്നത് ദൈവമായിരിക്കണം. നമ്മുടെ ഉപദേശം അപ്പോസ്തലന്മാർ പഠിപ്പിക്കപ്പെട്ട യഥാർത്ഥ സത്യോപദേശമായിരിക്കണം, യഥാർത്ഥ സത്യസഭയുടെ ഉപദേശമായിരിക്കണം. എങ്കിൽ മാത്രമാണ് നമുക്ക് ദൈവവുമായിട്ട് കൂട്ടായ്മയുള്ളൂ. എങ്കിൽ മാത്രമാണ് നമുക്ക് അപ്പോസ്തലിക ഉപദേശത്തിന്റെ കണ്ടിന്യൂറ്റി നമുക്കുണ്ട്, നമുക്ക് ആശപ്പെടാൻ കഴിയുകയുള്ളൂ. കാരണം ഈ ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ദൈവസഭയും യേശുക്രിസ്തുവിന്റെ കുറിച്ചുള്ള ഉപദേശവും കിടക്കുന്നതെന്ന് യേശു തന്നെയും എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാരോട് സംസാരിക്കുന്നുണ്ട്. അല്ലയോ ഫൂളിഷ് വിഡ്ഢികളെ, പ്രവാചകന്മാർ പറഞ്ഞതൊക്കെയും വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ. അപ്പോൾ ദൈവസഭ പ്രവാചകന്മാർ പ്രത്യാശ വെച്ച പ്രവാചകന്മാരിലൂടെ വെളിപ്പെടുത്തപ്പെട്ട യേശുക്രിസ്തു തന്നെയാണ് ഏകസത്യദൈവമെന്ന് യേശു വെളിപ്പെടുത്തി. യേശു പ്രവാചകന്മാർ സംസാരിച്ച മെസ്സിഹയാണ് താനെന്ന് വെളിപ്പെടുത്തി. അതിനുശേഷം ആ യേശുക്രിസ്തു തന്നെയാണ് പ്രവാചകന്മാരിൽ ഇരുന്നതും ആ യേശുക്രിസ്തു തന്നെയാണ് കാൽവരിയിൽ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തു തന്നെയാണ്
പഴയ നിയമത്തിൽ വാഗ്ദത്തം ചെയ്ത മെസ്സിഹ എന്നും വീണ്ടെടുപ്പുകാരനെന്നും വെളിപ്പെടുത്തിക്കൊണ്ട് അപ്പോസ്തലന്മാർ പഠിപ്പിച്ച ഉപദേശമെന്നും ആ യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ മരണത്തിലൂടെ ഐക്യപ്പെടുവാൻ പാപങ്ങളുടെ മോചനത്തിന് യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള ഒരേ ഒരു സ്നാനം മാത്രമേ ഉള്ളെന്നും അവനാണ് ഏക സത്യദൈവത്തിന്റെ ജഡപ്രത്യക്ഷതയെന്നും പഠിപ്പിക്കപ്പെടാത്ത ഏതൊരു ഉപദേശവും വ്യാജമാണ്, കപടമാണ്, തെറ്റിക്കുന്നതാണ്, വഞ്ചിക്കുന്നതാണ് എന്ന് തിരിച്ചറിഞ്ഞ് സത്യോപദേശത്തെ തിരുവെഴുത്തുകൾ പരിശോധിച്ച് കണ്ടെത്തുവാൻ നിങ്ങൾ സമയങ്ങൾ കണ്ടെത്തണമെന്നും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. കർത്താവായ യേശുവ ഹമശിയ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സമയം വേർതിരിച്ചെന്ന കർത്താവിൻ്റെ ദാസന്മാർക്ക് നന്ദി അറിയിക്കുന്നു. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥനയോടെ അവസാനിപ്പിക്കുന്നു. കൃപ കൂടെ ഇരിക്കട്ടെ. മഹത്വം പിതാവേ അങ്ങെടുക്കണം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ.